ടർബോവിനെക്കാട്ടി എന്ത് വെച്ച് നോക്കുമ്പോഴും സ്റ്റോറി ബേസ് ആയാലും സ്ക്രീൻ പ്ലേ ആയാലും ഏറ്റവും ബെസ്റ്റ് മൂവി ഇതായിരുന്നു ഞാൻ കണ്ടതിൽ. അമ്മച്ചി കിടില്ല, അമ്മച്ചി വേറെ സെറ്റ് കോമഡിയൊക്കെ പറഞ്ഞ് പടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. അവർക്കെല്ലാം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പടമൊക്കെ ആയിരിക്കും ഇഷ്ടമുള്ള എല്ലാ കളിയാക്കല്ല. ഇല്ല, അങ്ങനെ തീരെ ബോറിംഗ് ആയിട്ട് തോന്നുന്നില്ല. തിയേറ്ററിൽ കാണേണ്ട പടം തന്നെയാണ്. പടം കൊള്ളാം, അടിപൊളി തന്നെ. പിന്നെ മമ്മൂട്ടിയുടെ ലാസ്റ്റ് സീൻ അതൊക്കെ വൈബാണ്. ഇല്ല പടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. എൻ്റെ ടൂവും കൂടെ ഉണ്ടെങ്കിൽ വൈബായി. ലാസ്റ്റ് ഒരു വിജയ് സേതുപതിയുടെ സൗണ്ടൊക്കെ കേൾക്കും. നമുക്കെന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിലാകൊണ്ട് ആക്ഷനും ചാട്ടവും ഇതൊക്കെ വൈബാണ്. പടം എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ്. ഞാൻ പറയണവർ അവർക്കെല്ലാം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പടമൊക്കെ ആയിരിക്കും ഇഷ്ടമുള്ള. ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ വേറെ ഇതല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും. പടം സെറ്റ് പടം. മമ്മൂട്ടി അതിൽ അമ്മച്ചി കിടില്ല. പിന്നെ അമ്മച്ചി വേറെ സെറ്റ് കോമഡിയൊക്കെ പറഞ്ഞ് മമ്മൂട്ടി കുഴപ്പമില്ല, കൊള്ളാം. അടിപൊളി പടം. പടത്തെക്കുറിച്ച് അഭിപ്രായം അങ്ങനെ ഒന്നുമില്ല. കാണുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ള ത്രില്ലറിയാം. കുഴപ്പമില്ല, ബോഡി ഫിറ്റ് അങ്ങനെയല്ല, മാസ് ലുക്ക്, ഹെയർ സ്റ്റൈലൊക്കെ സൂപ്പർ. ടർബോവിനെക്കാട്ടി ഏറ്റവും നല്ലൊരു പടമാണ്. പക്ഷേ ആ ടർബോ ഇറങ്ങിയതിൻ്റെ ആ മമ്മൂട്ടി കമ്പനിയാണ് ആ മൂവിയുടെ ഇതിൽ മുങ്ങിപ്പോയൊരു പടം. അല്ലാതെ വെച്ച് നോക്കുമ്പോൾ ഈ പടമാണ് ഈ ടൈമിൽ ഏറ്റവും ഹിറ്റ് ആവേണ്ടത്. ടർബോവിനെക്കാട്ടി എന്ത് വെച്ച് നോക്കുമ്പോഴും സ്റ്റോറി ബേസ് ആയാലും സ്ക്രീൻ പ്ലേ ആയാലും ആ ഡയറക്ഷൻ വൈസ് ആയാലും ഏറ്റവും ബെസ്റ്റ് മൂവി ഇതായിരുന്നു ഞാൻ കണ്ടതിൽ. ടർബോ മമ്മൂട്ടിയുടെ ഒരു വൺ മാൻ ഷോ ആയിരുന്നു. ആ മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ആ മൂവിയും കൊള്ളാം. പക്ഷേ ഈ മൂവിക്കായിരുന്നു കുറച്ചുകൂടെ ഒരു ഇത് ലെവൽ വെച്ച് നോക്കുമ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആക്ച്വലി ഈ മൂവിക്കായിരുന്നു. ഇതായിരുന്നു ശരിക്കും വരേണ്ടിയിരുന്നത് കേട്ടോ. ടർബോ ആക്ച്വലി മമ്മൂട്ടിയുടെ ഒരു ഫിലിമാണ്, അല്ലാതെ അതിൽ വേറെ വലിയ കഥയായിട്ടോ പിന്നെ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെ ഒരുപാട് ഈ നല്ല വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യലുള്ള ആൾക്കാരുണ്ട്. വെറുതെ രാജ്ബി ഷെട്ടീനെ ഒന്നും കൊണ്ടുവന്ന് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു ആ ക്യാരക്ടർ. പിന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ തോന്നിപ്പോയി, അത്രേ ഉള്ളൂ. എനിക്ക് മെയിനായിട്ട് ഫീമെയിൽ ക്യാരക്ടർ മെയിൻ ലീഡ് വന്നതാണ് ഇച്ചിരി ബോറായി പോയത് തോന്നിയ. ഒരു ഇമോഷനൊന്നും വർക്കൗട്ടായില്ല. അപ്പോൾ ആ ടെർബോയിൽ അങ്ങനെയുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ടെർബോ മമ്മൂട്ടി ആസ് യൂഷ്വൽ പൊളിയാണ്. 72 years ആയിട്ടും നൈസായിരുന്നു, നന്നായിരിക്കുന്നുണ്ട്. എല്ലാ കളിയാക്കല്ല, നല്ലൊരു ആക്ടിങ്ങും നല്ലൊരു ഇതുമായിരുന്നു. വളരെ വലിയവർക്കും കാണണമാതിരി ഉണ്ടായിരുന്നു. മമ്മൂട്ടി സൂപ്പർ. അടിയൊക്കെ ഭയങ്കര നല്ല അടിയായിരുന്നു. പിന്നെ എല്ലാവർക്കും കൂടി ഇരുന്ന് കാണുന്ന ഫിലിമായിരുന്നു. ഞങ്ങൾ ഫാമിലിയോടെ വന്ന എല്ലാവരും. നല്ലൊരിത് നല്ല പടമാണ്, പക്ഷെ നല്ല മാസ് പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര വലുതാണ്. മമ്മൂക്കയുടെ അവനെ ഒരു രക്ഷയില്ല. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഇതാ കോമഡിക്ക് കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്. ഭയങ്കരമായിട്ടൊരു നല്ല പടമാണ്. നമുക്ക് സൂപ്പർ. സത്യം പറയാലോ, ഞാൻ ഇത്ര നല്ലൊരു മൂവി കണ്ടിട്ടില്ല. കാരണം മാസ് വിത്ത് കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ പറയുക, ഇപ്പം അതിനകത്ത് എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കാർ ഫാനാണ്. അപ്പം എനിക്ക് ആക്ച്വലി അതിനകത്ത് ഈ ഒരു റീസെൻറ്റ് ഏരിയയിൽ ഈ ഒരു റീസെൻറ്റ് ടൈമിൽ നമുക്ക് ഇങ്ങനൊരു കാർ സീൻസ്, ഇത്ര മാസമായിട്ടുള്ളൊരു കാർ സീൻസ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് മാത്രമല്ല മാസ് വിത്ത് കോമഡി എന്ന് വേണമെങ്കിൽ പറയാം മമ്മൂട്ടിയുടെ. അപ്പോൾ പിന്നെ ബിന്ദു പണിക്കറിൻ്റെ ഒരു ക്യാരക്ടർ, അത് ഒരു രക്ഷയില്ല. കാരണം നമ്മുടെ ഇത്രയും നാൾ മലയാള സിനിമയിൽ നമ്മൾ കണ്ടൊരു ബിന്ദു പണിക്കറല്ല ഇപ്പോൾ കാണുന്നത് ആ ഒരു ഫിലിമിനകത്ത്. ഡീഗ്രേഡ് ചെയ്യാനോ എനിക്കറിയത്തില്ല. ഞാൻ ആക്ച്വലി റിവ്യൂസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു വെച്ചാൽ നല്ല പടമെന്നാണ്. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പൊളി പടം എന്ന് വേണമെങ്കിൽ പറയാം. മമ്മൂട്ടി ഈസ് ലുക്കിംഗ് സോ യങ് ഇൻ ദിസ് മൂവി. ലൈക്ക് എന്താ ഒരു പ്രത്യേക യങ്നെസ്. അത് ഈ പ്രായത്തിൽ ഇത്ര സൂപ്പർ സീൻ, ഇത്ര സൂപ്പർ ക്ലാസ് ആക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കണം, ഒരു രക്ഷയില്ല. എനിക്ക് ആക്ച്വലി തോന്നുന്നില്ല. കാരണം ഫാമിലി പോർട്രേ ചെയ്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോർട്രേ ചെയ്തിട്ടുണ്ട്, കോമഡി ആൻഡ് എവറിത്തിങ് ഈസ് ബ്ലെൻഡഡ് സോ നൈസ്ലി. ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. കാരണം കുട്ടികൾക്കാണെങ്കിലും കാണാം, ഒരു മമ്മൂട്ടി ഫാൻ ഒബ്വിയസ്ലി കാണാം, ഫാമിലി ആയിട്ടാണെങ്കിലും വന്ന് കാണാം. ആക്ഷൻ ഇഷ്ടമുള്ള പ്രേക്ഷകർക്ക് അതും കാണാം. ലൈക്ക് സീരിയസ്ലി സോ ഗുഡ്.